ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല പഞ്ഞി പോലെയുള്ള ഡോണറ്റിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ പഞ്ഞി പോലെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് പാല് എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ടയും കൂടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നമുക്ക് ഒരു വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഏകദേശം ഒരു ഇളം ചൂടുള്ള പാൽ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇളം ചൂടുള്ള പാലാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദാപ്പൊടിയാണ്. ഞാനിവിടെ 1.5 കപ്പ് അളവിൽ 250 ഗ്രാമിൻ്റെ കപ്പിൽ 1.5 കപ്പ് അളവിലാണ് കേട്ടോ പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അളവിൽ 1-2 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി ചേർത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് കോൺഫ്ലോറിൻ്റെ പൊടി ഒന്ന് തൂവി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അത്യാവശ്യം നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 30 ഗ്രാം ബട്ടറും കൂടി ചേർത്തിട്ട് വേണം കേട്ടോ ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം, നല്ല പോലെ ഒട്ടിപ്പിടിക്കുന്നത് തോന്നുന്നുണ്ടെങ്കിൽ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് എല്ലാം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര എണ്ണമാണോ ആവശ്യം ആ ഒരു വലുപ്പത്തിനനുസരിച്ച് ഒരു 5-8 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല റോളാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ബേക്കോട്ട് ആക്കിയതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇതിൽ നമുക്ക് കുറച്ച് പൊടി ആക്കിയതിന് ശേഷം എന്തെങ്കിലും ഇതുപോലെ ഒരു റൗണ്ടിലുള്ളത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഒരു ചെറിയ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്തെങ്കിലും അടപ്പ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം അതുപോലെ ഒന്ന് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചൊരു പൊടി വിതറി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൊരു നനഞ്ഞ തുണി വെച്ചിട്ട് നമുക്കിതുപോലെ അടച്ച് വെച്ചിട്ട് ഒരു 1/4-3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഒരു 3/4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. പിന്നെ നമ്മൾ നല്ല പോലെ എണ്ണ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മളിതുപോലെ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സൈഡും ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്ന ആ ഒരു സമയത്ത് നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണെങ്കിലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടും. ആ ഒരു ടൈം മാത്രം മതി കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് നമ്മൾ ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഷുഗർ ഒന്ന് പൊടിച്ചതിന് ശേഷം ഒന്ന് വിതറി കൊടുക്കാമെന്ന് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ കഴിക്കാം, നല്ല ടേസ്റ്റാണ്. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഷുഗർ ഒന്ന് പൊടിച്ച് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഇതുപോലെ വിതറി കൊടുത്താൽ മാത്രം മതി. ഒരു തവണയെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.